Hello, good morning all. Today we're going to discuss a different part of our syllabus, that is principles of organization. Last time we already discussed about public administration, its meaning, nature, and scope. Then we tried to identify the public and private administration, and now we are going to yet another area called the principles of organization. So the question comes here is, well, before going for the discussion on principles of organization, the question comes here is, what actually is organization? So organization, we are trying to define organization. I would like to present before you the idea of organization in three different formats, and the first one is here. Before going for a discussion or an analytical idea of what organization is, think about organization as a department. ഏതെങ്കിലും ഒരു വകുപ്പുമായിട്ട് ബന്ധപ്പെടുത്തി, ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്, ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിൽ കരുതുക എന്താണ് ഓർഗനൈസേഷൻ എന്നുള്ളത്. എന്നിട്ട് അതിനെ തിയറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു ഇപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയാണെന്ന് മനസ്സിൽ കരുതുക, അല്ലെങ്കിൽ ഹെൽത്തിനെയാണെന്ന് മനസ്സിൽ കരുതുക, അല്ലെങ്കിൽ റെയിൽവേ ആസ് എൻ ഓർഗനൈസേഷൻ അങ്ങനെ മനസ്സിൽ കരുതുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ മനസ്സിൽ കരുതുക. എന്നിട്ട് നമുക്ക് എന്താണ് ഓർഗനൈസേഷൻ എന്നുള്ളത് നോക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ വി ആർ ട്രൈങ് ടു തിയറൈസ് ദി ഐഡിയ ഓഫ് വാട്ട് ഓർഗനൈസേഷൻ ഈസ്. അപ്പോൾ നമ്മുടെ മനസ്സിലിപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ദെൻ വി ആർ ഗോയിങ് ടു തിയറൈസ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എന്താണ് ഓർഗനൈസേഷനെ കുറിച്ച് പറയുന്നത് നോക്കാം. ഇറ്റ് ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് പേഴ്സണൽ. അപ്പോൾ നമ്മുടെ ഐഡിയ ഉണ്ട്, വി ഹാവ് ദ ഐഡിയ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻ അവർ മൈൻഡ്. നമ്മുടെ മനസ്സിലൊരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അപ്പോൾ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ റെയിൽവേസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫെൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുക. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ് പേഴ്സണൽ ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദി അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് സം എഗ്രീഡ് പർപ്പസ്. സോ എഗ്രീഡ് പർപ്പസാണ് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷനാണ് ആ എഗ്രീഡ് പർപ്പസ്. അപ്പോൾ ആ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എഗ്രീഡ് പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് പറയുന്ന എഗ്രീഡ് പർപ്പസിന് വേണ്ടി ഉണ്ടാകുന്നതിനാണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓർഗനൈസേഷൻ ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ് പേഴ്സണൽ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം മനുഷ്യരെ, അല്ലെങ്കിൽ ഒരു കൂട്ടം നമ്മളതിന് എംപ്ലോയീസ് എന്ന് പറയാം. സോ അറേഞ്ച്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ പേഴ്സണൽ ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദി അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് സം എഗ്രീഡ് പർപ്പസ്. അത് നടപ്പിലാവാൻ വേണ്ടി, അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്, ഒരു എഗ്രീഡ് പർപ്പസായി സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് പീപ്പിൾ ഓർഗനൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. വെറുതെ ഓർഗനൈസ് ചെയ്താൽ മാത്രം പോരല്ലോ. ത്രൂ എന്ത് രീതിയിലൂടെ? ത്രൂ അലോക്കേഷൻ ഓഫ് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. സോ ഈച്ച് വൺ ഹു ബിക്കംസ് ദി പാർട്ട് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആർ സപ്പോസ് ടു ഡു certain functions and have certain responsibilities. So a responsibility ആണ് അവരുടെ ഫങ്ഷനായി മാറുക. യു ആർ ഗിവൺ എ റെസ്പോൺസിബിലിറ്റി ടു ഡു സംതിങ് ആൻഡ് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ടു പെർഫോം ദാറ്റ്. അപ്പം ഓർഗനൈസേഷൻ is an arrangement of persons for facilitating the accomplishment of certain agreed purpose through the allocation of functions and responsibilities. ഇതൊരു ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് എക്സാക്ട് മീനിങ് ചിലപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയെന്ന് വരത്തില്ല. നമ്മളൊരു മിനിമം ഐഡിയ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്താണെന്നുള്ളത്. നമുക്കതിൻ്റെ ബാക്കിയും കൂടെ നോക്കാം. അല്ലെങ്കിൽ നമ്മളിതിനെ എങ്ങനെ കാണും? ഓർ എന്താണ്, ഇറ്റ്സ് എ ബേസിക് സിസ്റ്റം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഹെൽത്തോ എഡ്യൂക്കേഷനോ റെയിൽവേ പോലുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ നമ്മളതിനെ ഒന്നുകൂടെ എക്സാക്റ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് തിയറൈസ് ചെയ്യാൻ ശ്രമിക്കണം. ആദ്യത്തെ ഒരു തിയറി നമുക്ക് മനസ്സിലായി, ഒരു കൂട്ടം പേഴ്സണൽ എഗ്രീഡ് പർപ്പസിന് വേണ്ടിയിട്ട് വരുന്നതിനാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവർക്ക് റെസ്പോൺസിബിലിറ്റീസും ഫങ്ഷൻസും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതിൽ നിന്ന് തന്നെ നമുക്കൊരു വലിയ ധാരണ ഉണ്ട്. ഒരു 50-60% നമുക്ക് ഓർഗനൈസേഷൻ എന്താണെന്നുള്ളത് കൺസെപ്ച്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൾറെഡി നമുക്ക് അതിൻ്റെ എക്സാമ്പിളും അറിയാമല്ലോ. ഇനി നമ്മളതിന് രണ്ടാമത് ഒന്നുകൂടെ അതിനെ ഓർഗനൈസേഷൻ എന്താണെന്ന് നമ്മൾ കുറച്ചുകൂടെ തറവാക്കാൻ, അതിൻ്റെ തിയറൈസ് ചെയ്യാൻ, നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ.
ഇവിടെ ഉദ്ദേശം 3 തരത്തിൽ നമ്മൾ ഈ കൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തുകയാണ്. സെക്കൻഡ് വേ എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ കുറിച്ച് തന്നെ പറയുന്നതാണ്. ഇറ്റ് ഈസ് ദ ബേസിക് സിസ്റ്റം ത്രൂ വിച്ച് ദ പേഴ്സണൽ, ഇറ്റ് ഈസ് എ ബേസിക് സിസ്റ്റം, അതൊരു സിസ്റ്റം ഓഫ് പ്രോസസ്സാണ്, ത്രൂ വിച്ച് ദ പേഴ്സണൽ, ദ എഫേർട്സ് ആൻഡ് വർക്ക്സ് ആർ കോർഡിനേറ്റഡ്. അപ്പോൾ പേഴ്സണൽ, നേരത്തെ പറഞ്ഞ പേഴ്സണൽ ഉണ്ട്, അതിന് നമ്മൾ എംപ്ലോയീസ് എന്ന് പറയാം. ദെയർ എഫേർട്സ് എന്ന് പറയുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസും ഫങ്ഷൻസും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻഡ് വർക്ക്സ്, അവരുടെ യഥാർത്ഥത്തിൽ ഡ്യൂട്ടിയാണല്ലോ അത്, അവരുടെ ഫങ്ഷൻ, ആർ കോർഡിനേറ്റഡ് ആൻഡ് ഓപ്പറേഷണലൈസ്ഡ്, ആർ കോർഡിനേറ്റഡ് ആൻഡ് ഫങ്ഷണലൈസ്ഡ് ഫോർ സെക്യൂറിങ് സം ഡിഫൈൻഡ് പർപ്പസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്, കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരുത്തുകയാണ്. ഒരു ഡിഫൈൻഡ് പർപ്പസിന് വേണ്ടിയിട്ട് കുറേ അധികം ആൾക്കാരുടെ അവരുടെ എഫേർട്ടുകളെ, ഒരു വർക്കുകളെ കോർഡിനേറ്റ് ചെയ്യുക ആൻഡ് ഓപ്പറേഷണലൈസ് ചെയ്യുക ഫോർ അറ്റൈനിങ് എ ഡിഫൈൻഡ് പർപ്പസ്. അപ്പോൾ അവിടെയും നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ എന്തോ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് കുറച്ചധികം ആൾക്കാർ അവരുടെ എഫേർട്ട്, അവരുടെ വർക്ക് കോർഡിനേറ്റ് ചെയ്യുന്നു. ആൻഡ് ആ കോർഡിനേറ്റ് ചെയ്യുന്ന ആ സിസ്റ്റത്തിൻ്റെ പേരാണ്, ബേസിക് സിസ്റ്റത്തിൻ്റെ പേരാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊരു രീതിയിലും കൂടെ നമ്മൾ ഇതിനെ കൺസെപ്റ്റുലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മൂന്നാമത്തെ ഡെഫിനിഷനല്ല, മൂന്നാമത്തെ പ്രയോഗം എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ബ്രിങ്ങിങ് ടുഗദർ ഓഫ് ഇൻ്റർഡിപ്പെൻഡൻറ്റ് പാർട്സ്. സിസ്റ്റമാറ്റിക് ബ്രിങ്ങിങ് ടുഗദർ ഓഫ് ഇൻ്റർഡിപ്പെൻഡൻറ്റ് പാർട്സ്, പല തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന കുറേ അധികം പാർട്ടുകളെ ഒന്നിച്ചു കൊണ്ടുവരികയാണ്. ടു ഫോം ആൻ യൂണിഫൈഡ് ഹോൾ, ഒരു മുഴുവനായിട്ടൊരു ഏതോ ഒരു സംഭവത്തിനെ ഒരു സംഭവത്തിന് റിയലൈസ് ചെയ്യാണ്, എന്തോ ഒരു സംഭവത്തിന് എന്തോ യൂണിഫൈഡ് ഹോളാക്കി മാറ്റുകയാണ്. കുറേ അധികം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റൈസ്ഡ് പ്രോസസ്സിലൂടെയാണ്, വളരെ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഒന്നിച്ചു കൊണ്ടുവരികയാണ്, സിസ്റ്റമാറ്റിക്കായിട്ട് ഒന്നിച്ചു കൊണ്ടുവരികയാണ്. ടു ഫോം ആൻ യൂണിഫൈഡ് ഹോൾ, ഏതോ ഒരു വലിയ സംഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ത്രൂ വിച്ച് അവരുടെ അതോറിറ്റി, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ മേ ബി എക്സസൈസ്ഡ് ടു അച്ചീവ് എ ഗിവൻ പർപ്പസ്. അപ്പോൾ ഒരു ഗിവൻ പർപ്പസിന് വേണ്ടി, ഏതോ ഒരു ഉദ്ദേശത്തിന് വേണ്ടി, ആ ഉദ്ദേശത്തിൻ്റെ പേരാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ മനസ്സിലുള്ള ഡിപ്പാർട്ട്മെൻ്റ് അല്ലോ, അതാണ് ആ ഉദ്ദേശം. ഇപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ ഉദ്ദേശം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് ഉദ്ദേശം, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഉദ്ദേശം, അല്ലെങ്കിൽ റെയിൽവേസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഉദ്ദേശം, ട്രാൻസ്പോർട്ടേഷനാണ് നമ്മുടെ ഉദ്ദേശം, അല്ലെങ്കിൽ എയർവേസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഉദ്ദേശം, ട്രാൻസ്പോർട്ടേഷൻ, എയർ ട്രാൻസ്പോർട്ടാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് കുറേ അധികം ഇൻ്റർഡിപ്പെൻഡൻറ്റ് പാർട്ടുകളെ സിസ്റ്റമാറ്റിക്കായിട്ട് ബ്രിങ്ങിങ് ടുഗദറാണ് അതോറിറ്റി, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ആ മൂന്നിടത്തും നമ്മൾ പറഞ്ഞത് ഒരേ കാര്യമാണ്, പിന്നെ പല ആംഗിളിലൂടെ നമ്മളതിനെ കാണാൻ തുടങ്ങുകയാണ്. മൂന്നിടത്തും പറയുന്നതിൻ്റെ ബേസിക് തിങ് എന്താ, ഒരു എന്താണ്, ഒരു ഡിഫൈൻഡ് പർപ്പസ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഒരു ഗീവൻ പർപ്പസ് ഉണ്ടാവും, കുറേ അധികം പേഴ്സണൽ ഉണ്ടാവും, ദാറ്റ് ഈസ് വർക്കേഴ്സ്, അവർക്ക് കുറച്ച് വർക്ക് ഉണ്ടാവും, ആ വർക്കുകളെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നു, ആ കോർഡിനേറ്റ് ചെയ്ത് നമ്മളൊരു ബേസിക് സിസ്റ്റം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ബ്രിങ്ങിങ് ടുഗദർ ഉണ്ടാക്കുന്നു. ആൻഡ് ദാറ്റ് ബ്രിങ്ങിങ് ടുഗദർ ഈസ് നോൺ ആസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഓർഗനൈസേഷൻ എന്താണെന്ന് മനസ്സിലായി, ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ക്ലിയറായി, 3 തലത്തിലൂടെ നമ്മളതിനെ നോക്കിക്കണ്ടപ്പോൾ ക്ലിയറായി. ഇനി ദെൻ നമ്മുടെ ഉദ്ദേശം ഓർഗനൈസേഷൻ മാത്രം പഠിക്കലല്ല, അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, ടു സ്റ്റഡി പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പം പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ പഠിക്കുന്നതിന് മുമ്പേ വി ആർ ട്രൈങ് ടു ഐഡൻറ്റിഫൈ വാട്ട് ഓർഗനൈസേഷൻ ഈസ്. അത് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വി ആർ മൂവിങ് ടു ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ആ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എ സ്റ്റാൻഡേർഡ് അക്സെപ്റ്റഡ് ആസ് എ ഗൈഡ് ടു ആക്ഷൻ. എന്ന് പറയുമ്പോൾ നമ്മൾ പേഴ്സണൽസിനെ കൊണ്ടുവരുന്ന ഒരു വർക്ക് കോർഡിനേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നില്ല, അവർ എന്ത് വർക്കാണ് ചെയ്യുന്നത്, എന്ത് ഫങ്ഷൻസാണ് ചെയ്യുന്നത്, എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് അവർ നിറവേറ്റുന്നതെന്ന് ചോദിച്ചാൽ ആ നിറവേറ്റുന്നതിനൊരു അക്സെപ്റ്റഡ് ഗൈഡ് ഓഫ് ആക്ഷൻ ഉണ്ട്. അതിനെയാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു അക്സെപ്റ്റഡ് ഗൈഡ് ഓഫ് ആക്ഷൻ ഉണ്ട്, അപ്പോഴേ ആ ഫങ്ഷൻ നടന്നു പോകുള്ളൂ. ഒരു ഉദ്യോഗസ്ഥന്, ഒരു എംപ്ലോയിക്ക്, ഒരു വർക്കർ അല്ലെങ്കിൽ ഒരു പേഴ്സണലിന്, നേരത്തെ പറഞ്ഞ ഒരു പേഴ്സണലിന്, ആ പേഴ്സണലിന് എന്ത് ചെയ്യണമെന്ന് ഡിഫൈൻഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ദറ്റ് അക്സെപ്റ്റഡ് ഗൈഡിനെ
അക്സെപ്റ്റഡ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഗൈഡ് ഓഫ് ആക്ഷനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് സെർട്ടൻ സെറ്റ് ഓഫ് ഗൈഡ്സ് ആണ്, സെർട്ടൻ സെറ്റ് ഓഫ് റൂൾസ് ആണ്. അത് ഈ പേഴ്സണലിൻ്റെ ആക്ടിവിറ്റിയെ കോർഡിനേറ്റ് ചെയ്യുന്ന ഇതാണ്. അപ്പം എൽ ഡി വൈറ്റ് എന്ന് പറയുന്ന അറിയാലോ, എൽ ഡി വൈറ്റിൻ്റെ ഡെഫിനേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എൽ ഡി വൈറ്റ് ദ സെയിം പേഴ്സൺ നമുക്ക് ഏറ്റവും കൂടുതൽ തവണ നമ്മുടെ പഠനങ്ങൾക്കകത്ത് കടന്നു വരുന്ന അദ്ദേഹം പറഞ്ഞത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സജസ്റ്റ് ഓൺലി വർക്കിംഗ് റൂൾസ് ഓഫ് കണ്ടക്ട്. വർക്കിംഗ് റൂൾസ് ഓഫ് കണ്ടക്റ്റ് ആണ് അതിനകത്ത് വരുന്നത്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോസസ്സ് നടന്നു പോകുന്നതെന്നുള്ള ആ വർക്കിംഗ് റൂൾസാണ് അതിനകത്ത് പറഞ്ഞു വരുന്നത്. അതിന് വർക്കിംഗ് റൂൾസ് ഓഫ് കണ്ടക്റ്റ് എന്ന് മാത്രമല്ലല്ലോ പറയുന്നതായിട്ട് ബാക്കിയുണ്ട്. വിച്ച് വൈഡ് എക്സ്പീരിയൻസ് സീംസ് ടു ബി വാലിഡേറ്റഡ്. വൈഡ് എക്സ്പീരിയൻസ് സീംസ് ടു ബി വാലിഡേറ്റഡും അതിനകത്ത് വരുന്നുണ്ട്. കാരണം റൂൾസ് ഓഫ് കണ്ടക്റ്റ് മാത്രം പോരാ, അതിനെ വിഷ്വലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ റിയലൈസ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ കൂടുതൽ പേഴ്സണലൈസ് എക്സ്പീരിയൻസ് കൂടെ വേണം. നമ്മൾ തൽക്കാലം മാറ്റിയിട്ട് ഇത്രയും മാത്രമേ നോക്കുന്നുള്ളൂ. ദ പ്രിൻസിപ്പിൾസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സജസ്റ്റ് ഉള്ളി വർക്കിംഗ് റൂൾസ് ഓഫ് കോണ്ടാക്റ്റാണ് അല്ലെങ്കിൽ കണ്ടക്റ്റാണ്. ഓക്കെ, അത് എൽ ഡി വൈറ്റ് പറഞ്ഞാണ്. 3 ബേസിക് പ്രിൻസിപ്പിൾസ് വിച്ച് ഗവേൺ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷനെ ഫങ്ഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കുറേ അധികം നമുക്കിപ്പം പ്രിൻസിപ്പിൾസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസിനകത്ത് 7ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ദീസ് പ്രിൻസിപ്പിൾസ് ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ്. ദേ ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ്. ആ ഇൻ്റർഡിപ്പെൻഡൻറ്റ് ആണ്. കാരണം ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ ഡിപ്പെൻഡൻ്റ് അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഓർഗനൈസേഷൻ കനോട്ട് ഫങ്ഷൻ സ്മൂത്ത്ലി. കാരണം ദീസ് ആർ ദ റൂൾസ് അക്സെപ്റ്റഡ് ഗൈഡ്സ് ഓഫ് ആക്ഷൻ supposed to perform by the organizational സ്ട്രക്ചേഴ്സ്, ദാറ്റ് ഈസ് വർക്കേഴ്സ്. അല്ലെ പേഴ്സണൽ പെർഫോം ചെയ്യേണ്ട പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. എങ്ങനെയാണ് ഓർഗനൈസേഷൻ നടന്നു പോകേണ്ടത്, എങ്ങനെയാണ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യപ്പെടേണ്ടത്, എങ്ങനെയാണ് ആ ഓർഗനൈസേഷനെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്, അതാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ദീസ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് അബ്സല്യൂട്ട്. അത് അങ്ങ് അൾട്ടിമേറ്റ് അല്ല. ദേ ആർ ഡിപ്പെൻഡൻറ്റ് ടു ഈച്ച് അതർ എന്നാണ്. അത് ആണ് എക്സാക്റ്റായിട്ട് ഇവിടെ പറയുന്നത്. ദേ കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ. നൺ ഓഫ് ദം ആർ ഇൻഡിപെൻഡൻറ്റ്. നൺ ഓഫ് ദി പ്രിൻസിപ്പിൾസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് കീ പ്രിൻസിപ്പിൾസ് എന്ന് പഠിക്കേണ്ടത്. ഈ കീ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ദീസ് പ്രിൻസിപ്പിൾസ് ആർ നമുക്കിപ്പോൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ആ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കൽ മാത്രമാണ്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് 1 by 1 ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഹിയർ ഐ വുഡ് ലൈക്ക് ടു പ്രസൻറ്റ് ബിഫോർ യു ഓൺലി ദി ഐഡിയ ഓഫ് പ്രിൻസിപ്പിൾസ്. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് hierarchy, otherwise it is known as scalar process, then span of control, then unity of command, then coordination, we have supervision, we have centralization and decentralization, and we have the last one, that is delegation. അപ്പോൾ ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ് നമുക്കിവിടെ ഒരു 7ഓളം നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. ദീസ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ആസ് ദ കീ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. Too many scholars identify different categories of principles, and these are the basic key principles propagated by many scholars. അതിനാണ് നമ്മൾ ഒന്നിച്ച് ഹയറാർക്കി ഉണ്ട്, സ്പാൻ ഓഫ് കൺട്രോൾ ഉണ്ട്, യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട്, കോർഡിനേഷൻ ഉണ്ട്, സൂപ്പർവിഷൻ ഉണ്ട്, centralization, decentralization and delegation. These are the 7 principles of organization, and from next day onwards we try to identify each one of them. And for this day, this much. Thank you.